ഹായ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. സ്പിൻ കപ്ലിംഗ്. എന്താണ് സ്പിൻ കപ്ലിംഗ് അല്ലെങ്കിൽ കപ്ലിംഗ് ഓഫ് സ്പിൻസ് നോക്കാം. കപ്ലിംഗ് ഓഫ് സ്പിൻസ് എന്ന് പറഞ്ഞാൽ the indirect interaction between the spins of the neighboring nuclei that is transmitted through intervening bonding electrons is called spin coupling. സ്പിൻ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ബറിംഗ് ന്യൂക്ലികളുടെ ഇൻഡയറക്റ്റ് ആയ ഇൻട്രാക്ഷൻ, നെയ്ബറിംഗ് ന്യൂക്ലിയുടെ സ്പിന്നുകൾ തമ്മിലുള്ള ഇൻഡയറക്റ്റ് ആയൊരു ഇൻട്രാക്ഷനെയാണ് എന്ത് പറഞ്ഞത് സ്പിൻ കപ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് രണ്ട് അടുത്തടുത്തുള്ള ന്യൂക്ലികളുടെ ഇൻഡയറക്റ്റ്ലി ഉള്ള സ്പിൻസുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ്. ഇത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇൻ്റർവെന്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺസ് വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിനാണ് എന്ത് പറയുന്നത് സ്പിൻ കപ്ലിംഗ് എന്ന് പറയുന്നത്. നെയ്ബറിംഗ് ന്യൂക്ലികളുടെ സ്പിൻസുകൾ ഇൻഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നു. ഈ ഒരു ഇൻട്രാക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇൻ്റർവെന്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺസുകളിലൂടെയാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത് കപ്ലിംഗ് ഓഫ് സ്പിൻസ് അല്ലെങ്കിൽ സ്പിൻ കപ്ലിംഗ്. നെക്സ്റ്റ്, എന്താണ് സ്പിൻ സ്പ്ലിറ്റിംഗ്? Spin coupling causes the splitting of many of the lines in the NMR spectrum into multiplets, that is, group of two or more component peaks. This is known as spin splitting and is observed when high resolution spectrometer are used. സ്പിൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞു നെയ്ബറിംഗ് ന്യൂക്ലികളുടെ സ്പിൻസുകൾ തമ്മിൽ ഇൻഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നു. അതിനെയാണ് സ്പിൻ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ന്യൂക്ലികളുടെ സ്പിൻസുകൾ ഇൻഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നു. ഈ ഒരു ഇൻട്രാക്ഷൻ ഇൻ്റർവെന്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് എന്തിനു കോസ് ചെയ്യുന്നു? ഇതെന്ന് പറയുന്നത് NMR സ്പെക്ട്രത്തിലെ ലൈൻസുകളുടെ സ്പ്ലിറ്റിങ്ങിന് കാരണമാകുന്നു. സ്പ്ലിറ്റിംഗ് ഓഫ് മെനി ഓഫ് ദി ലൈൻസ് ഇൻ ദി NMR സ്പെക്ട്രം ഇൻ ടു മൾട്ടിപ്ലെറ്റ്സ്. NMR സ്പെക്ട്രത്തിലെ ലൈൻസുകൾ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്ലെറ്റ്സ് ആയിട്ട് മാറുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെയുള്ള സ്പ്ലിറ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത് സ്പിൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ടു ഓർ മോർ കമ്പോണന്റ് പീക്സ്, അതായത് ഒരു പീക്ക് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വൺ ഓർ മോർ പീക്സ് ആയിട്ട് മാറുകയാണ്. അതായത് ഒരു ലൈൻ NMR സ്പെക്ട്രത്തിലൊരു പീക്ക് ഓർ ലൈൻ അത് സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്ലെറ്റ്സ് ആയിട്ട് മാറുന്നതിനാണ് സ്പിൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴാണ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്? ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ജനറൽ റൂൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ റൂൾസ് നമുക്ക് എന്തിനെ ഹെൽപ്പ് ചെയ്യും? The rules are helpful in determining the multiplicity of a signal due to a set of equivalent protons. A set of equivalent protons കാരണം ഉണ്ടാകുന്ന ഒരു സിഗ്നലിൻ്റെ മൾട്ടിപ്ലിസിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന റൂൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇക്വിവാലന്റ് പ്രോട്ടോൺസ് ഡു നോട്ട് ഗിവ് റൈസ് ടു ഒബ്സർവബിൾ സ്പ്ലിറ്റിംഗ്. ഇക്വിവാലന്റ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള പ്രോട്ടോൺസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല? സ്പിൻ സ്പ്ലിറ്റിംഗ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള പ്രോട്ടോൺസുകൾ സ്പ്ലിറ്റ് ചെയ്യില്ല. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ CH2Cl. ഇവിടെ എന്താണ് ടോട്ടൽ 4 പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ? 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഒന്ന് ആദ്യത്തെ കാർബണിലും രണ്ടാമത്തെ മറ്റേ കാർബണിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം ഈ 2 ഹൈഡ്രജൻ ആറ്റംസും ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ് ഉള്ളത് അല്ലേ? രണ്ടും വേറെ വേറെ കാർബൺ ആറ്റത്തിലാണെങ്കിൽ കൂടി രണ്ടിൻ്റെയും കെമിക്കൽ എൻവയോൺമെൻറ്റ് സെയിം ആണ് അല്ലേ? ഒരു കാർബൺ ആറ്റത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ 2 പ്രോട്ടോണും ദെൻ ഒരു ക്ലോറിൻ, ദെൻ അടുത്ത ബോണ്ട് കാർബണിലോട്ടേക്കാണ്. അതേപോലെ തന്നെയാണ് തൊട്ടടുത്ത കാർബണിലും 2 പ്രോട്ടോൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ദെൻ ഒരു ക്ലോറിൻ, ദെൻ ഫസ്റ്റ് കാർബണായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സോ CH2Cl എന്ന് പറയുമ്പോൾ ഈ 2 പ്രോട്ടോൺസും ആദ്യത്തെ കാർബൺ ആറ്റത്തിലുള്ള 2 പ്രോട്ടോണും രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലെ 2 പ്രോട്ടോണും രണ്ടും ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സാധ്യമല്ല? സ്പ്ലിറ്റിംഗ് ഉണ്ടാവില്ല. സ്പ്ലിറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കില്ല. Then a signal in the PMR spectrum for a set of equivalent protons is split into n+1 component lines where n is the number of equivalent protons in the adjacent set.
This is generally referred to as the n+1 rule for PMR spectroscopy. PMR means proton magnetic resonance spectroscopy. ഈ ഇപ്പോൾ പറഞ്ഞ ഈ റൂളിനെ n+1 റൂൾ എന്ന് കൂടി നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഒരു PMR സ്പെക്ട്രത്തിലെ ഒരു സിഗ്നല് എത്ര സെറ്റായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? n+1 കമ്പോണൻറ്റ് ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ n എന്ന് പറയുന്നത് ആ ഇക്വിവാലൻ്റ് പ്രോട്ടോൺസിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഇക്വിവാലൻ്റ് പ്രോട്ടോൺസ് ആണ് n എന്ന് പറയുന്നത്. A signal in the PMR spectrum for a set of equivalent protons is split into n+1 component lines where n is the number of equivalent protons in the adjacent set. This is generally referred to as the n+1 rule for PMR spectrum. അതായത് നമ്മുടെ PMR സ്പെക്ട്രത്തിൽ ഒരു സെറ്റ് ഇക്വിവാലൻ്റ് പ്രോട്ടോൺസ് തരുന്ന ഒരു സിഗ്നൽ, ആ സിഗ്നൽ എത്ര ലൈൻസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? അതിൻ്റെ തൊട്ടടുത്തുള്ള ഇക്വിവാലൻ്റ് പ്രോട്ടോൺസ് ഇതൊരു സെറ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ നമ്പർ എത്രയാണോ, അതിലുള്ള ഇക്വിവാലൻ്റ് സെറ്റിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത് +1 അത്രയും കമ്പോണൻ്റ് ലൈൻസ് ആയിട്ട് ആ സിഗ്നൽ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. അത് തൊട്ടടുത്ത ഇക്വിവാലൻ്റ് സെറ്റ് പ്രോട്ടോൺസിൻ്റെ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്രയുമായി ആ സിഗ്നൽ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യും. ദെൻ ഈ റൂളിനെ നമ്മൾ n+1 റൂൾ എന്ന് പറയും. Then മൂന്നാമത്തത്, suppose a set of Na equivalent protons and another set of x of nx equivalent protons, both spin coupled with a particular set m with nm equivalent protons. Then the signal for m is split into Na+1 into nx+1 component lines. This is an advancement of the n+1 rule. അതായത് ഒരു Na ഇക്വിവാലൻ്റ് പ്രോട്ടോൺസും, അതായത് ഒരു സെറ്റ് Na ഇക്വിവാലൻ്റ് പ്രോട്ടോൺസും മറ്റൊരു സെറ്റ് nx ഇക്വിവാലൻ്റ് പ്രോട്ടോൺസും, ഈ രണ്ട് സെറ്റുകളും കൂടി nm ഇക്വിവാലൻ്റ് പ്രോട്ടോൺസുമായിട്ട് സ്പിൻ ചെയ്യുന്നു. ബോത്ത് സ്പിൻ കപ്പിൾ, ഈ രണ്ട് സ്പിന്നും എന്തുമായിട്ട് കൂടി കപ്പിൾ ചെയ്യാണ്? nm ഇക്വിവാലൻ്റ് പ്രോട്ടോൺസ് ആയിട്ട് കപ്പിൾ ചെയ്യുന്നു. അപ്പോൾ ഈ nm ഇക്വിവാലൻ്റ് പ്രോട്ടോൺസിൻ്റെ സിഗ്നൽ ഉണ്ടാവുമല്ലോ, ആ സിഗ്നൽ എത്ര ലൈൻസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ആ സിഗ്നല് Na+1 ഇൻറ്റു nx+1 അത്രയും കമ്പോണൻറ്റ് ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതെന്ന് പറയുന്നത് n+1 റൂളിൻ്റെ ഒരു അഡ്വാൻസ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞത് ഒന്നുകൂടി പറയാം. അതായത് ഒരു മോളിക്യൂളിൽ nx ഇക്വിവാലൻ്റ് പ്രോട്ടോൺസും ഉണ്ട്, അതുപോലെ Na ഇക്വിവാലൻ്റ് പ്രോട്ടോൺസും ഉണ്ട്. ഈ Na ഇക്വിവാലൻ്റ് പ്രോട്ടോൺസ് എന്ന് വെച്ചാൽ Na ഇക്വിവാലൻ്റ് പ്രോട്ടോൺസ് അത്രയും പ്രോട്ടോൺസ് സെയിം കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള ഇത്രയും പ്രോട്ടോൺസ്, അതുപോലെ മറ്റൊരു സെറ്റ് nx ഇക്വിവാലൻ്റ് പ്രോട്ടോൺസ് മറ്റൊരു സെയിം കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ള മറ്റൊരു സെറ്റ് പ്രോട്ടോൺ nx ഇക്വിവാലൻ്റ് പ്രോട്ടോൺസ്. ഈ രണ്ട് സെറ്റ് ഇക്വിവാലൻ്റ് പ്രോട്ടോൺസും എന്ത് ചെയ്യുന്നു? രണ്ട് സെറ്റ് ഇക്വിവാലൻ്റ് പ്രോട്ടോൺസിൻ്റെയും സ്പിന്നും ഒരു nm ഇക്വിവാലൻ്റ് പ്രോട്ടോൺസുമായിട്ട് കപ്പിൾ ചെയ്യാണ്. മറ്റൊരു സെറ്റ് nm ഇക്വിവാലൻ്റ് പ്രോട്ടോൺസായിട്ട് കപ്പിൾ ചെയ്യുന്നു. അപ്പോൾ ഈ nm ഇക്വിവാലൻ്റ് പ്രോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിഗ്നൽ ഉണ്ടാവുമല്ലോ, ആ സിഗ്നല് Na ഇക്വിവാലൻ്റും nx ഇക്വിവാലൻ്റും ഈ രണ്ട് ഇക്വിവാലൻ്റ് പ്രോട്ടോൺസിൻ്റെയും സ്പിന്നും ഈ nm ഇക്വിവാലൻ്റ് പ്രോട്ടോൺസുമായിട്ട് കപ്പിൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ nm ഇക്വിവാലൻ്റ് പ്രോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സിഗ്നല് എത്രയായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? Na+1 ഇൻറ്റു nx+1 അത്രയും കമ്പോണൻ്റ് ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദെൻ ലാസ്റ്റ് പറയുന്നത്, the total area of a signal does not change due to splitting into multiplets. ഇങ്ങനെ ഒരു സിഗ്നല് മൾട്ടിപ്ലെറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല? ആ സിഗ്നലിലെ ടോട്ടൽ ഏരിയ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ഈ സ്പ്ലിറ്റിങ് കാരണം ടോട്ടൽ ഏരിയക്ക് ചേഞ്ച് ഒന്നുമില്ല. However, the theoretical relative line intensities of a multiplet are symmetric about the midpoint and will be proportional to the coefficients of the binomial expansion 1 plus x all raised to n, where n is the number of equivalent protons that interact with the proton under consideration. These coefficients are given by the famous Pascal's triangle. സോ ഇങ്ങനെ ഒരു ലൈന് അല്ലെങ്കിൽ ഒരു സിഗ്നൽ ഇങ്ങനെ കമ്പോണൻറ്റ് ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഏരിയയ്ക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ കൂടി
ആ ഒരു ഇൻറ്റൻസിറ്റി, ഈ മൾട്ടിപ്ലറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആ സ്പ്ലിറ്റ് ചെയ്ത ലൈൻസുകൾ ഉണ്ടാവുമല്ലോ, അത് ഒരു സിംഗിൾ ലൈനാണ് ഒന്നിലധികം ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ റിലേറ്റീവ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആ ഒരു ലൈൻസുകളുടെ മിഡ് പോയിന്റിൽ അത് സിമെട്രിക് ആയിരിക്കും. കൂടാതെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തിന് പ്രപ്പോർഷനാണ്? 1+x all raised to n എന്ന ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻസിന് പ്രപ്പോർഷനാണ്. ആൻഡ് വിൽ ബി പ്രപ്പോർഷണൽ ടു ദി കോഎഫിഷ്യൻസ് ഓഫ് ദി ബൈനോമിയൽ എക്സ്പാൻഷൻ 1+x raised to n. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇക്വിവാലന്റ് പ്രോട്ടോൺസ് ആണ്, നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് ഇക്വിവാലന്റ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ 1+x all raised to n എന്ന ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻസിന് പ്രപ്പോർഷനാണ് എന്ത്? ഈ ഒരു സിംഗിൾ സിഗ്നൽ സ്പ്ലിറ്റ് ചെയ്തുണ്ടാവുന്ന ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ സ്പിൻ സ്പ്ലിറ്റിംഗ് നടക്കും, സ്പിന്നുകൾ തമ്മിൽ കപ്പിൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സ്പിൻ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷനാണ്? ബൈനോമിയൽ എക്സ്പാൻഷനായ 1+x all raised to n എന്ന അതിൻ്റെ കോഎഫിഷ്യൻസ്, ഈ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻസിന് പ്രപ്പോർഷനാണ്. ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയും. നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾസ് എന്താണെന്ന് നോക്കാം. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇക്വിവാലന്റ് പ്രോട്ടോൺസ് ആണ് ദാറ്റ് ഇന്ററാക്ട് വിത്ത് ദി പ്രോട്ടോൺ അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ n0 ആണെങ്കിൽ എന്താണ്? പാസ്കൽസ് ട്രയാങ്കിളിൽ കാണിക്കുന്നത് 1 ആണ് അല്ലേ? n0 ആണെങ്കിൽ പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1 ആണ്. ദെൻ അപ്പോൾ മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗ്ലറ്റ്, അവിടുത്തെ ഇൻറ്റൻസിറ്റി റേഷ്യോ 1. ദെൻ നമ്പർ ഓഫ് ഇക്വിവാലന്റ് പ്രോട്ടോൺസ് 2 ആവുമ്പോൾ പാസ്കൽസ് ട്രയാങ്കിൾ നോക്കുക 1 1. അപ്പോൾ അവിടുത്തെ മൾട്ടിപ്ലിസിറ്റി എന്താണ്? ഡബ്ലറ്റ് ആയിട്ടാണ്, പീക്ക് ഡബ്ലറ്റ് ആണ് കിട്ടുന്നത്. ആ ഡബ്ലറ്റിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ എന്താണ്? 1:1. ദെൻ n3 ആവുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത്? 1 2 1. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി ട്രിപ്ലറ്റ്, ഇൻറ്റൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആയിരിക്കും. ദെൻ n4 ആണെങ്കിൽ പാസ്കൽസ് ട്രയാങ്കിൾ നോക്കുക 1 3 3 1. ഇവിടെ എന്താണ്? മൾട്ടിപ്ലിസിറ്റി ക്വാർട്ടറ്റ് ആണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ 1:3:1. ദെൻ n5 ആണെങ്കിൽ 1 4 6 4 1. ക്വിൻറ്ററ്റ് ആണ് കിട്ടുന്നത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1:4:6:4:1 ആയിരിക്കും. ദെൻ ലാസ്റ്റ് n6 ആണെങ്കിൽ പാസ്കൽസ് ട്രയാങ്കിളിലേക്ക് നോക്കുക 1 5 10 10 5 1. ഇവിടെ കിട്ടുന്നത് സെക്സ്റ്ററ്റ് ആണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ 1:5:10:10:5:1. സോ പാസ്കൽസ് ട്രയാങ്കിൾ പെട്ടെന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. നോക്കിയാൽ മതി. ഫസ്റ്റ് 1 ഇടുന്നു, ദെൻ അതിന് രണ്ട് സൈഡിലും 1 1 വീതം ഇടുന്നു. ദെൻ ആ 2 1 കൂടി എന്ത് ചെയ്യുന്നു? 2 എന്നിടുന്നു. ദെൻ രണ്ടറ്റത്തും 1 ചേർത്ത് കൊടുക്കുക. ദെൻ 1ഉം 2ഉം ആഡ് ചെയ്ത് 3 ഇടുക. 2ഉം 1ഉം ആഡ് ചെയ്ത് 3 ഇടുന്നു. രണ്ടറ്റത്തും 1 1 വീതം ഇടുക. ഇതിനെ റിപ്പീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഇവിടെ പീക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഡബ്ലറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ 1:1 ആയിരിക്കും. അതായത് ഒരു സിംഗിൾ പീക്ക് ട്രിപ്ലറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാത്തത്, ഒരു സിംഗിൾ പീക്ക് ട്രിപ്ലറ്റ് ആകുന്നത് 3 പീക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി 1:2:1 ആയിരിക്കും. അത് ക്വാർട്ടറ്റ് ആണെങ്കിൽ ഒരു സിംഗിൾ പീക്ക് 4 പീക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റി 1:3:3:1 ആൻഡ് സോ ഓൺ, അങ്ങനെ പോകുന്നു. ദെൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഈഥൈൽ ബ്രോമൈഡിൻ്റെ NMR സ്പെക്ട്രമാണ് തന്നിരിക്കുന്നത്. അവിടെ താഴെ എന്താണ്? ഡെൽറ്റ വാല്യൂ. ദെൻ മുകളിൽ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ സ്കെയിലിൽ ppmലാണുള്ളത്. ഇവിടെ 0 ഏതാണ്? TMS ആണ്, ടെട്രാമീഥൈൽസിലിൻ റെഫറൻസ് കോമ്പൗണ്ട്. കണ്ടില്ലേ? വലിയൊരു പീക്ക് കണ്ടില്ലേ? 0ൽ വലിയൊരു പീക്ക് വളരെയധികം ഡിസ്റ്റിങ്വിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഇങ്ങോട്ടേക്ക് റൈറ്റിലോട്ടേക്ക് അപ്പ് ഫീൽഡ് കൊടുത്തിരിക്കുന്നു അല്ലേ? ലോ വാല്യൂയിലോട്ടേക്ക് പോകുമ്പോൾ അപ്പ് ഫീൽഡ് ആണ്. അപ്പ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒത്തിരി ഫീൽഡ് കൊടുക്കേണ്ടി വരും, അവിടെ ഷീൽഡിങ് ആണ്. ദെൻ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡൗൺ ഫീൽഡ് ആണ്. അപ്പോൾ അവിടെ എന്താണ്? ഡീ ഷീൽഡിങ് ആണ്. ഞാൻ പറഞ്ഞു ഡൗൺ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡീ ഷീൽഡിങ് ആണ്, അപ്പ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഷീൽഡിങ്ങും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈഥൈൽ ബ്രോമൈഡിൻ്റെ സ്പെക്ട്രം ആണല്ലേ.
ഇവിടെ നോക്കുക, രണ്ട് ടൈപ്പ് പ്രോട്ടോൺസ് ആണുള്ളത്. ഈഥൈൽ ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ CH3 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 3 പ്രോട്ടോൺ. ദെൻ CH2 അവിടെ എന്താണ്, അവിടുത്തെ CH2ലുള്ള അത് ബി എന്ന് എഴുതിയ പ്രോട്ടോൺസിൽ എൻവയോൺമെന്റ് വ്യത്യാസമാണ് അല്ലേ, ആ കാർബണിൽ ബ്രോമിനും കൂടി വരുന്നുണ്ട്. അപ്പോൾ രണ്ടും വ്യത്യസ്ത കെമിക്കൽ എൻവയോൺമെന്റിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ പഠിച്ച റൂളാണ് N+1 റൂള് അല്ലേ. അപ്പോൾ CH3യുടെ കേസ് നോക്കുകയാണെങ്കിൽ CH3 അതിന്റെ തൊട്ടടുത്ത് ആരാളുള്ളത്, CH2. തൊട്ടടുത്ത കാർബണിനകത്ത് എത്ര പ്രോട്ടോൺ ഉള്ളത്, 2 പ്രോട്ടോൺ. അപ്പോൾ 2 പ്രോട്ടോൺ, അതാണ് N = 2. അപ്പോൾ നമ്മുടെ CH3യുടെ സിഗ്നൽ എന്ന് പറയുന്നത് തൊട്ടടുത്ത പ്രോട്ടോണിന്റെ നമ്പർ N+1 അത്രയായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. സോ തൊട്ടടുത്ത പ്രോട്ടോൺ CH3യുടെ തൊട്ടടുത്ത് ആരാളുള്ളത്, CH3. CH3യുടെ തൊട്ടടുത്തുള്ളത് CH2 ആണ് അല്ലേ. അപ്പോൾ ഈ 2 ഹൈഡ്രജൻ ആറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ 2+1 എത്രയാണ്, 3. 2+1 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ നമ്മുടെ ഈ CH3 ഈ 3 പ്രോട്ടോൺസിന്റെയും ആ പീക്ക് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, 3 ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ കണ്ടോ, 3 ലൈൻസ് കണ്ടില്ലേ. CH3 പ്രോട്ടോൺസിന് 3 ലൈൻസ് ഇവിടെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ 3 പീക്സ്. അത് എന്ത് ചെയ്യും, 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഇനി CH2യുടെ പീക്ക് എങ്ങനെയുള്ളതായിരിക്കും. CH2യുടെ തൊട്ടടുത്ത് എത്ര പ്രോട്ടോൺസ്, 3 പ്രോട്ടോൺസ് ആണുള്ളത് അല്ലേ. CH2ന്റെ തൊട്ടടുത്ത് 3 പ്രോട്ടോൺസ്. അപ്പോൾ N വാല്യൂ എന്ന് പറയുന്നത് 3+1, അതായത് N+1 റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. 3+1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4. അപ്പോൾ CH2യുടെ പീക്ക് 4 ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ കണ്ടില്ലേ, CH2യുടെ 1, 2, 3, 4 പീക്കുകൾ കിട്ടിയത് കണ്ടില്ലേ. ഇങ്ങനെയാണ്, ഇതാണ് എന്ത് NMR സ്പെക്ട്രോസ്കോപ്പിലെ N+1 റൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും CH2 ഗ്രൂപ്പിന്റെ പീക്ക് എന്ത് ചെയ്യുന്നു, ക്വാർട്ടറ്റ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. CH2 ഗ്രൂപ്പിന്റെ പീക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് ക്വാർട്ടറ്റ് ആയിട്ടാണ്. 4 ലൈൻസ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 1:3:1 ആയിരിക്കും. അതിന് കാരണം എന്താണ്, അഡ്ജസൻ്റ് ആയിട്ടുള്ള CH2 ഗ്രൂപ്പ് കാരണമാണ് CH2 എന്തായാലും 4 ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ദെൻ അതുപോലെ തന്നെ CH3യുടെ സിഗ്നൽ 3 ട്രിപ്ലറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് CH2 ഗ്രൂപ്പ്. CH2 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് CH3യുടെ സിഗ്നൽ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. This splitting pattern is explained by assuming that the magnetic field experienced by the protons of one group is influenced by the spin arrangements of the protons of the adjacent group. നമുക്ക് ഈ ഒരു സ്പ്ലിറ്റിങ്ങിനെ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടോൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, തൊട്ടടുത്തുള്ള അഡ്ജസന്റ് ഗ്രൂപ്പിലുള്ള പ്രോട്ടോൺസിന്റെ സ്പിൻ അറേഞ്ച്മെന്റ്സിനെ സ്വാധീനിക്കുന്നു. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആരെയും കൂടി സ്വാധീനിക്കുന്നുണ്ട്, അഡ്ജസന്റ് ആയിട്ടുള്ള പ്രോട്ടോൺസിന്റെ സ്പിൻ അറേഞ്ച്മെന്റ്സിനെയും സ്വാധീനിക്കുന്നുണ്ട്. സോ ഇവിടെ ഈഥൈൽ ബ്രോമൈഡിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് CH2ൽ 2 പ്രോട്ടോൺസ് ഉണ്ട്. ഈ 2 പ്രോട്ടോൺസിന്റെയും സ്പിന്നുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടോണിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് തൊട്ടടുത്തുള്ള ഗ്രൂപ്പ് ഓഫ് പ്രോട്ടോണിന്റെ സ്പിൻ അറേഞ്ച്മെന്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് CH2യുടെ ഡിഫറെന്റ് സ്പിൻ കോമ്പിനേഷൻസ് നോക്കാം. 2 പ്രോട്ടോണേ ഉള്ളു, അപ്പോൾ 2 സ്പിന്നുകളാണ് എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ഒന്നെന്താണ്, ഫസ്റ്റ് കേസിൽ നോക്കൂ, അപ്ലൈ ചെയ്യുന്ന ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത ഫീൽഡാണ്. അപ്ലൈ ചെയ്ത ഫീൽഡ് ഇതിന് ഫസ്റ്റ് അറേഞ്ച്മെന്റ് ആണ് ഇത്. 2 സ്പിന്നും എന്താണ്, അപ്ലൈ ചെയ്ത ഫീൽഡിന് അതേ ഡയറക്ഷനിൽ. ദെൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഇത് പാരലലാണ്, അപ്ലൈ ചെയ്ത ഫീൽഡിന് പാരലായ സ്പിൻ അറേഞ്ച്മെന്റ് ആണ് ഇത്. ഏറ്റവും മുകളിൽ എന്താണ്, ഇതിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള സ്പിൻ അറേഞ്ച്മെന്റ് ആണ്. അതായത് ഈ സ്പിൻ അറേഞ്ച്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ സ്പിൻ അറേഞ്ച്മെന്റ് ഉള്ളത്. അപ്പോൾ ഇതെന്താണ്, ഫസ്റ്റ് കേസിൽ എന്താണ്, സ്പിൻസ് ആർ പാരലൽ ആൻഡ് അലൈൻഡ് വിത്ത് ദ ഫീൽഡ്. ഈ സ്പിൻസ് എന്താണ്, പാരലൽ ആണ്, ഫീൽഡിന് അലൈൻഡ് ആണ്.
സെക്കൻഡ് കേസിൽ എന്താ ഫോർത്ത് കേസിൽ എന്താ പറയുന്നത്? ദ സ്പിൻസ് ആർ അഗെയിൻ പാരലൽ ബട്ട് അലൈൻഡ് എഗെയിൻസ്റ്റ് ദ ഫീൽഡ്. സ്പിന്ന് പാരലൽ ആണ്, അപ്ലൈ ചെയ്ത ഫീൽഡിനും ഇതെന്താണ് ഈ അറേഞ്ച്മെന്റ്, ഫോർത്ത് അറേഞ്ച്മെന്റ് പാരലൽ ആണ്, പക്ഷെ എന്താണ് എഗെയിൻസ്റ്റ് ദ ഫീൽഡ്, ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണുള്ളത്. അപ്പം ഇനി 2ഉം 3ഉം നോക്ക്, ഇത് രണ്ടും ഏതാണ്ട് ഇക്വിവാലന്റ് കോമ്പിനേഷൻസ് ആണ് അല്ലേ. In the two equivalent combinations, that is 2 and 3, the spins are opposed to one another. ഇവിടെ എന്താണ് സ്പിൻസുകൾ പരസ്പരം ഓപ്പോസിറ്റ് ആണുള്ളത് അല്ലേ. ഒരു സ്പിന്ന് രണ്ട് സ്പിന്നുകളും ഡിഫറെന്റ് ഡയറക്ഷനിലാണുള്ളത്, രണ്ട് അറേഞ്ച്മെന്റ്സ്. ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും നമുക്ക് ഈക്വലന്റ് ആയിട്ട് തന്നെ എടുക്കാം. അതുകൊണ്ടാണ് ഇതിനെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് അറേഞ്ച്മെന്റ്സും ഇക്വിവാലന്റ് ആയതുകൊണ്ട് ഇതിനെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ CH2 ഗ്രൂപ്പിലെ രണ്ട് പ്രോട്ടോൺസിന്റെ സ്പിൻ അറേഞ്ച്മെന്റ്സുകൾ 3 ടൈപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പിൻസ് അറേഞ്ച് ചെയ്യുന്നു. ഒരു സെറ്റ് എന്താണ് പാരലൽ ആണ്, അപ്ലൈ ചെയ്ത ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കുന്നു. ഒന്നെന്താണ് ഈ പാരലാണ്, പക്ഷെ അപ്ലൈ ചെയ്ത ഫീൽഡിന്റെ എഗെയിൻസ്റ്റ് ആണ്. ദെൻ മറ്റൊരു സെറ്റ് എന്ന് പറയുന്നത് രണ്ടും എന്താണ്, മറ്റു രണ്ട് സെറ്റും സ്പിൻസ് ഓപ്പോസിറ്റിലാണ്, സ്പിൻസ് ഓപ്പോസിറ്റ് ഈച്ച് അതർ ആണ്. സോ ഇവിടെ CH2 ഗ്രൂപ്പിന് 3 സ്പിൻ കോമ്പിനേഷൻസ് ആണ്. ഇതാണ് 3 സ്പിൻ കോമ്പിനേഷൻസ്. അപ്പോൾ CH2യുടെ സ്പിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 3 ടൈപ്പിലാണ് അല്ലെ. 3 സ്പിൻ കോമ്പിനേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, instantaneous spin combinations in the methylene group determine the magnetic effect that is transmitted to the protons of the neighboring methyl group. അതായത് മെത്തിലിൻ ഗ്രൂപ്പ്, അതായത് CH2 ഗ്രൂപ്പിന്റെ ഇൻസ്റ്റന്റാനിയസ് ആയിട്ടുള്ള ഈ സ്പിൻ കോമ്പിനേഷൻസ് ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, CH3 ഗ്രൂപ്പിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ്. The magnetic effect that is transmitted to the protons of the neighboring methyl CH3 group. അതായത് ഇതിന് തൊട്ടടുത്താണ് ആര് കിടക്കുന്നത്, CH2യുടെ തൊട്ടടുത്താണ് CH3 ഉള്ളത്. അപ്പൊ CH2യുടെ പെട്ടെന്നുണ്ടാകുന്ന ഈ സ്പിൻ കോമ്പിനേഷൻ ആണ് എന്തിനെ എഫക്ട് ചെയ്യുന്നത്, CH3ക്ക് കിട്ടേണ്ട മാഗ്നറ്റിക് ഇഫക്റ്റിനെ എന്ത് ചെയ്യുന്നത്, ഇത് CH3യിലേക്ക് വരുന്ന മാഗ്നറ്റിക് ഇഫക്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് CH2യുടെ സ്പിൻ കോമ്പിനേഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു CH2യുടെ സ്പിൻസ് 3 ടൈപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് CH2യുടേത് 3 ടൈപ്പ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് CH3 എന്ത് ചെയ്യുന്നു, CH3യുടെ സിഗ്നൽ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം, CH3യുടെ പ്രോട്ടോൺസ് CH2ല് സ്പിൻസുകൾ 3 ടൈപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്തു. ദ ബോട്ടം കോമ്പിനേഷൻ അലൈൻഡ് വിത്ത് ദ ഫീൽഡ് കോസസ് എ സ്ലൈറ്റ് ഡീഷീൽഡിംഗ് ഓഫ് ദി മീഥൈൽ പ്രോട്ടോൺസ്. അത് ഇവിടെ ഈ ഒരു കോമ്പിനേഷൻ, ഇവിടെ എന്താണ് ഈ സ്പിൻ കോമ്പിനേഷൻ ഇവിടെ അപ്ലൈ ചെയ്ത ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചു, അതേ ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്ത ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇവിടുത്തെ സ്പിൻസുകൾ അറേഞ്ച് ചെയ്തതെങ്കിൽ ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ ഡീഷീൽഡിങ് ആയിരിക്കും. അതായത് പ്രോട്ടോൺസിന് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത ഫീൽഡ് കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് ഫീൽഡ് മാത്രം എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. സോ ഈ അറേഞ്ച്മെന്റ് ഡീഷീൽഡിങ് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡെൽറ്റ വാല്യൂ ഹൈ ആയിരിക്കും, എന്നാൽ ഈ അറേഞ്ച്മെന്റ് അപ്ലൈ ചെയ്ത ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്ലൈ ചെയ്ത ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആവുമ്പം അവിടെ എന്താണ്, ഷീൽഡിംഗ് ആണ്. ഷീൽഡിംഗ് നടക്കുമ്പോൾ ന്യൂക്ലിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫീൽഡ് കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ ഫീൽഡ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്താണ് ഈ പ്രോട്ടോൺസ്, അതായത് ഇവിടെ നടക്കുന്ന ഷീൽഡിംഗ് ആണ് കോസസ്, this combination causes the slight shielding of the methyl proton, causing a slight shift to lower delta. അപ്പോൾ ഷീൽഡിംഗ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ വാല്യൂ കുറയുകയും, ഡീഷീൽഡ് ആണ് ഇവിടെ ഉള്ളത്, ഡീഷീൽഡിംഗ് ആണെങ്കിൽ ഡെൽറ്റ വാല്യൂ കൂടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാം CH3യുടെ കേസിൽ. CH3 എന്ന് പറയുമ്പോൾ എന്താണ്, 3 സ്പിന്നുകൾ ഉണ്ട് അല്ലെ. 3 സ്പിന്നുകൾ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് കേസ് 3ഉം ഒരേ എക്സ്റ്റേണൽ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ പാരലായിട്ട് അറേഞ്ച് ചെയ്യാം. ദെൻ മറ്റൊരു അറേഞ്ച്മെന്റ് അപ്ലൈ ചെയ്ത ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, പാരലായിട്ട് അറേഞ്ച് ചെയ്യാം. ദെൻ അനദർ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 3 അറേഞ്ച്മെന്റ്സും എന്താ നമുക്ക് ഈക്വൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ
ഈ 3 സ്പിൻ അറേഞ്ച്മെന്റും എന്താണ് ഈക്വൽ ആണെന്നും പറയാം. അപ്പോൾ ഇവിടെ എന്താണ് എത്ര ടൈപ്പ് സ്പിൻ കോമ്പിനേഷൻ കാണാൻ സാധിക്കും? 4 ടൈപ്പ് അല്ലെ. 1 2 3 4 ടോട്ടൽ എന്താണ് 8 പോസിബിൾ ഓറിയന്റേഷൻസ് ഉണ്ട് അല്ലെ. 8 രീതിയിൽ ഇത് ഓറിയന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. 1 2 3 4 5 6 7 8 പോസിബിൾ സ്പിൻ ഓറിയന്റേഷൻസ് ഉണ്ട്. അപ്പൊ ഇതും ഈ ഓറിയന്റേഷനും നമ്മൾ ഇതിനെ ഈ 3 ഓറിയന്റേഷൻസ് എന്താണ്, അത് നമുക്ക് ഇക്വിവാലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വിവാലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ടോട്ടൽ സ്പിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1 2 3 4 ആണ് അല്ലെ. അപ്പൊ CH3 ഗ്രൂപ്പിന്റെ സ്പിൻ കോമ്പിനേഷൻ എന്താണ് 4 ടൈപ്പിൽ സ്പിൻ കമ്പൈൻ ചെയ്യുന്നുണ്ട്, സ്പിൻ കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ CH3യുടെ സ്പിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 4 ടൈപ്സിലാണ്. അപ്പോൾ ഈ ഇൻസ്റ്റന്റാനിയസ് ആയുള്ള സ്പിൻ കോമ്പിനേഷൻ എന്തിനെ എഫക്ട് ചെയ്യുന്ന പറഞ്ഞത്, തൊട്ടടുത്ത CH2 ഗ്രൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ എഫക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അപ്പൊ CH2യുടെ സ്പിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 4 ടൈപ്പ് ആണ്. അതുകൊണ്ടാണ് CH2 എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്, ക്വാർട്ടറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, അവിടെ നമുക്കിവിടെ എന്ത് കാണാൻ സാധിക്കും, ഇവിടെ ഈഥൈൽ ബ്രോമൈഡിന്റെ സ്പെക്ട്രത്തില് 3 പ്രോട്ടോൺ ട്രിപ്ലറ്റ് ഫോർ CH3 പ്രോട്ടോൺസ്. CH3 പ്രോട്ടോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് നമുക്ക് 3 പ്രോട്ടോൺ ട്രിപ്ലറ്റ് എന്ന് പറയാം. ഡ്യൂ ടു ദർ കപ്ലിംഗ് വിത്ത് ദ CH2 പ്രോട്ടോൺസ്, CH2 പ്രോട്ടോൺസുമായിട്ട് കപ്പിൾ ചെയ്തതുകൊണ്ട് CH3 ഗ്രൂപ്പിൻ്റെത് നമുക്ക് 3 പ്രോട്ടോൺ ട്രിപ്ലറ്റ് എന്ന് പറയാം. CH3 എന്ന് പറയുമ്പോൾ 3 പ്രോട്ടോൺ ഉള്ളത് അല്ലേ. 3 പ്രോട്ടോൺ ട്രിപ്ലറ്റ്, ഇത് 3 പ്രോട്ടോൺസ്, ഇതെന്താണ് ട്രിപ്ലറ്റ്, 3 ലൈൻസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. മറ്റേതിന് നമുക്ക് എന്താ പറയാം, ഇതിനെ 2 പ്രോട്ടോൺ ക്വാർട്ടറ്റ് എന്ന് പറയാം. ഡ്യൂ ടു ദർ കപ്ലിംഗ് വിത്ത് CH3 ഗ്രൂപ്പ്, CH3 ഗ്രൂപ്പുമായിട്ട് കപ്പിൾ ചെയ്തത് കൊണ്ട് എന്ത് കിട്ടി, 2 പ്രോട്ടോൺ ക്വാർട്ടറ്റ് കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്താണ് കപ്ലിംഗ് ഓഫ് സ്പിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ബറിംഗ് ന്യൂക്ലിയയുടെ സ്പിൻസുകൾ തമ്മിലുള്ള ഇൻഡയറക്റ്റ് ഇൻട്രാക്ഷൻസ്, ഇൻഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യും. ആ ഇൻട്രാക്ഷൻ പോകുന്നത് ബോണ്ടഡ് ഇലക്ട്രോൺസിലൂടെയാണ് അത് ഇൻട്രാക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ഇൻട്രാക്ഷൻ കാരണം NMR പീക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യും. NMR പീക്ക് ഒരു സിംഗിൾ പീക്ക് മൾട്ടിപ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിനെ സ്പിൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നു. അതിന്റെ ജനറൽ റൂൾസ് പറഞ്ഞു. അതായത് ഇക്വിവാലന്റ് എൻവയോൺമെന്റിലാണെങ്കിൽ അവിടെ പ്രോട്ടോൺസ് ഇക്വിവാലന്റ് എൻവയോൺമെന്റിലെ പ്രോട്ടോൺസിന് സ്പ്ലിറ്റിംഗ് നടക്കില്ല. ദെൻ ഒരു N ഇക്വിവാലന്റ് പ്രോട്ടോൺസ് എങ്ങനെയാണ്, അതായത് ഒരു NMR സിഗ്നൽ, ആ NMR സിഗ്നൽ സ്പ്ലിറ്റ് എത്ര എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ തൊട്ടടുത്തുള്ള ഇക്വിവാലന്റ് പ്രോട്ടോൺസിന്റെ നമ്പർ ആണ്. N ഇക്വിവാലന്റ് പ്രോട്ടോൺസ് തൊട്ടടുത്തുള്ളതെങ്കിൽ N+1 അത്രയും ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ദെൻ അതുപോലെ ഒരു M ഇക്വിവാലന്റ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ M ഇക്വിവാലന്റ് പ്രോട്ടോൺ, നമുക്ക് NM എന്നത് സൂചിപ്പിക്കാം. അത്രയും ഇക്വിവാലന്റ് പ്രോട്ടോൺസിന് ഒരു പീക്ക് ഉണ്ട്. ആ പീക്ക് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അതായത് അതിന്റെ 2 ഭാഗത്തായിട്ട് Na ഇക്വിവാലന്റ് പ്രോട്ടോൺസ് ഉണ്ട്, അതുപോലെ NX ഇക്വിവാലന്റ് പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ NM ഇക്വിവാലന്റ് പ്രോട്ടോൺസ് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എങ്ങനെ മനസ്സിലാക്കാം, Na+1 × NX+1 അത്രയും ലൈൻസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ദെൻ നമുക്ക് അപ്പോൾ ഈ ഒരു പീക്കിന്റെ ഇന്റൻസിറ്റി നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. പാസ്കൽ ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞു, അത് സിംഗ്ലറ്റ് ആണെങ്കിൽ 1 ആണ്, ഡബ്ലറ്റ് ആണ് പീക്കെങ്കിൽ, അതായത് 2 പീക്കുകൾ ഉണ്ടെങ്കിൽ ഇന്റൻസിറ്റി 1:1, 3 പീക്ക് ആണെങ്കിൽ 1:2:3, ക്വാർട്ടറ്റ് ആണെങ്കിൽ 1:3:3:1 ആൻഡ് സോ ഓൺ. ദെൻ നമ്മൾ പറഞ്ഞത് ഈഥൈൽ ബ്രോമൈഡിന്റെ NMR സ്പെക്ട്രം പറഞ്ഞു. അവിടെ നമ്മൾ കണ്ടു എന്താണ് പീക്ക്, CH3 CH2 Br, CH2യുടെ അടുത്ത് 3 പ്രോട്ടോൺ. സോ CH2ന് എത്ര പീക്കുകൾ ഉണ്ട്, എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, 3+1 4. അപ്പോൾ CH2ന് ക്വാർട്ടറ്റ് ആണ്, 4 പീക്ക് കിട്ടി. ദെൻ CH3യുടെ നോക്കുകയാണെങ്കിൽ CH3യുടെ തൊട്ടടുത്ത് 2 പ്രോട്ടോൺ അല്ലെ, CH2 ഗ്രൂപ്പ്, അപ്പോൾ 2+1 3 ട്രിപ്ലറ്റ് ആയിട്ട് കിട്ടി. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു സ്പിൻ ഓറിയന്റേഷൻസിന്റെ കാര്യം പറഞ്ഞു അല്ലെ. CH2യുടെ സ്പിൻസ് 2 പ്രോട്ടോൺ അല്ലേ, അപ്പോൾ 2 സ്പിന്നുകൾ അറേഞ്ച് ചെയ്യുന്ന ഈ 4 രീതിയിൽ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാൻ സ്പിൻ ഓറിയന്റേഷൻ ഉണ്ട് അല്ലെ. ഒന്ന് ഇതാ ഇങ്ങനെ ഈ രീതിയിൽ. അപ്പോൾ ഈ 2 ഓറിയന്റേഷൻ പരസ്പരം എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇതിന് നമുക്ക് രണ്ടിനെയും ഇക്വലന്റ് ആക്കി എടുക്കാം. അതുകൊണ്ട് തന്നെ 1 2 3 3 പോസിബിൾ സ്പിൻ കോമ്പിനേഷൻസ് ആണുള്ളത്. ഇനി അതുപോലെ CH3 ഗ്രൂപ്പിന് എന്താണ്
8 രീതിയിൽ ഓറിയന്റേഷൻ ഉണ്ട് അല്ലേ? 8 രീതിയിൽ ഓറിയന്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണവും ഇക്വലന്റ് ആയി കണക്കാക്കി കഴിഞ്ഞാൽ 1 2 3 4 ടൈപ്പ് സ്പിൻ കോമ്പിനേഷൻസ് ആണുള്ളത്. അപ്പം CH2ന് 3ഉം CH3ക്ക് 4ഉമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു splitting pattern explained by assuming that the magnetic field experienced by the protons of the one group is influenced by the spin arrangements of the protons of the adjacent group. അതായത് ഒരു ഗ്രൂപ്പ് പ്രോട്ടോണിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? തൊട്ടടുത്ത അഡ്ജസന്റ് ഗ്രൂപ്പിന്റെ പ്രോട്ടോൺസിന്റെ സ്പിൻ അറേഞ്ച്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ CH2ന് സ്പിൻ കോമ്പിനേഷൻ എത്രയാണ്? CH2യുടേത് 3ഉം CH3യുടേത് 4ഉം ആണ്. അപ്പോൾ CH2യുടേത് 3 കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് തൊട്ടടുത്ത പ്രോട്ടോണ് ട്രിപ്ലറ്റ് ആയതും, അതുപോലെ CH3ക്ക് 4 കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് തൊട്ടടുത്ത CH2 ക്വാർട്ടറ്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.